ഹായ് ടീം, നമ്മൾ ഓൺലൈനിൽ എങ്ങനെ ബില്ല് ചെയ്യാന്നുള്ളതൊന്ന് കാണിക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ MA നമ്പർ പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാം ചൂസ് ഹു ആർ യു ഓർഡറിങ് ഫോർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് നമ്മുടെ പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുള്ളത് നോക്കൂ നിങ്ങൾ, ഹലോ സിയാഉൽ റഹ്മാൻ തെങ്കില എന്ന് കാണിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെൽഫ് ഓർഡർ, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടാണ് ഈ ഓർഡർ എന്നുണ്ടെങ്കിൽ സെൽഫ് ഓർഡർ, ഇനി ടീമിൽ ആർക്കെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡൗൺലൈൻ ഓർഡർ. അപ്പോൾ നമുക്ക് ഡീഫാൾട്ടായിട്ട് തന്നെ ഇവിടെ സെൽഫ് ഓർഡർ അതുപോലെ കൊറിയർ ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് വരേണ്ടതെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യുക, സിയാഉൽ റഹ്മാൻ തെങ്കിലാൻ 191 7 സൺ ഓഫ് ആലിക്കുട്ടി, ഇങ്ങനെ എൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് എനിക്ക് മാറ്റി കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഷിപ്പിംഗ് അഡ്രസ്സിൻ്റെ അടുത്തത് ആഡ് ന്യൂ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് അഡ്രസ്സ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കാരണം എല്ലാം ഇവിടെ ഡീഫാൾട്ട് ആയിട്ടുണ്ട്, എനിക്ക് അഡ്രസ്സ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ താഴെ കാണുന്ന ബ്ലൂ ബട്ടണിൽ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മളെ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് കണ്ടത്. ദെൻ നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സെർച്ചിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സോപ്പ് സെലക്ട് ചെയ്യണം. സോപ്പ് സെർച്ച് ചെയ്തു. അപ്പോൾ സോപ്പ് എന്ന് ഞാൻ അവിടെ എഴുതിയതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരുപാട് സോപ്പുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു സോപ്പ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ബേബി സോപ്പ് എടുത്തു. അപ്പോൾ ബേബി സോപ്പ് എടുത്തു, ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇവിടെ കാണുന്നുണ്ട് താഴെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രേ ബട്ടണിൽ കാണാം ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് ബാക്ക് അടിച്ചു. ദെൻ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ നമ്മുടെ നമ്മുടെ വൈറ്റ് പേൾ സോപ്പ് എടുത്തു. അപ്പോൾ വൈറ്റ് പേൾ സോപ്പിൻ്റെ ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ പ്രൊഡക്റ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ DP പ്രൈസ് 195 MRP 256, അത് കട്ട് ചെയ്തിട്ടുണ്ട്, വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ PV 3.25 PV ആണ് ഇതിനുള്ളതെന്ന് വലതുഭാഗത്ത് കാണിക്കുന്നുണ്ട്. അത് പിന്നെ പാക്കിൻ്റെ കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. 4 യൂണിറ്റാണ് ഒരു പാക്സിൽ വരുന്നത്, 75 ഗ്രാം, ഇങ്ങനെ ടോട്ടൽ 300 ഗ്രാമാണ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ഇൻഫോ, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതർ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള മറ്റ് ഇൻഫർമേഷൻസ് കിട്ടും. ഇങ്ങനെ ഇപ്പോൾ വെൽനെസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ യൂസേജ് വരെ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതുപോലെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പോയിട്ട് നമുക്ക് കാണാൻ കഴിയും. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പിന്നെ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞൊരു ബ്ലൂ ബട്ടൺ നിങ്ങൾക്ക് താഴെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, കാർട്ടിലേക്ക് അതിട്ടു. അപ്പോൾ നിങ്ങൾക്ക് വലതുഭാഗത്ത് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ വലതുഭാഗത്തായിട്ട് കാണാം കാർട്ടിൻ്റെ ചിഹ്നം കാണാം, അവിടെ 1 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ കാർട്ടിലേക്ക് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എണ്ണം കൂട്ടാം. അപ്പോൾ നമുക്ക് വൈറ്റ് പേൾ സോപ്പ് നമുക്കൊരു 5 പീസ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ബ്ലൂ ബട്ടണിൽ നമുക്ക് പ്ലസ് മൈനസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 2 എന്നായി, വീണ്ടും പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 3 എന്നായി, വീണ്ടും പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 4 എന്നായി അല്ലേ. കാണുന്നുണ്ടാവും നിങ്ങളെന്ന് വിചാരിക്കുന്നു, ഏറ്റവും താഴെയാണ്. ദെൻ എനിക്ക് തോന്നുകയാണ് അല്ല 4 എണ്ണം വേണ്ട, 2 എണ്ണം മതി. അപ്പോൾ എന്ത് ചെയ്യാം, മൈനസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് വീണ്ടും 2 എണ്ണം ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ കാർട്ടിൽ എന്ത് ചെയ്തു, ആ പ്രോഡക്റ്റ് 2 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാർട്ടിൽ സെർച്ച് ചെയ്യാം. കാർട്ട് ഇതാ വലതുഭാഗത്ത് ഇതാ ഏറ്റവും ടോപ്പിൽ കാർട്ട്. അപ്പോൾ ഞാൻ ആ കാർട്ടിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പ്രൊഡക്റ്റാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. പിന്നെ ഒന്ന് നമ്മുടെ വൈറ്റ് പേൾ സോപ്പിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ, അതിൻ്റെ ഓർമ്മയില്ല. ഓക്കെ, 2 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പീസ് എന്നുള്ളതായിരിക്കും അവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു പ്രോഡക്റ്റും കൂടി സെലക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ അമൃതശക്തി, ഞാൻ അടുത്ത പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാണ്. സോറി, എൻ്റെ സ്പെല്ലിങ് മാറിയതാണ്. സ്പെല്ലിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. വീണ്ടും മാറിയല്ലോ. ഓക്കെ, ഞാൻ മറ്റൊരു പ്രോഡക്റ്റ് എടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിങ് നോക്കിക്കാൻ അവിടെ സമയമില്ലല്ലോ നമുക്ക്. പിന്നെ കരള ജാമൻ ജ്യൂസ് എന്നടിക്കുക, കരള എന്നടിക്കുക. അപ്പോൾ നമ്മളിതാ കരള ജാമൻ ജ്യൂസ് എടുത്തു, നമ്മളതിൽ 1 ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ കാണുന്നുണ്ട്. ലെവൽ കരള ജാമൻ ജ്യൂസ് മെയ്ഡ് ഫ്രം സർട്ടിഫൈഡ് ഓർഗാനിക് കേരള ആൻഡ് ജാമൻ സീഡ്സ് സോഴ്സ്ഡ് ഫ്രം ദ, ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ഇത് 4.25 PV ഉണ്ട്, 328 രൂപയാണ്. ആഡ് ടു കാർട്ട്. അപ്പോൾ നമ്മൾ കാർട്ടിലേക്ക് അതിട്ടു. ഓക്കെ, ഇതും ഇതുപോലെ തന്നെ നമുക്ക് പ്ലസും മൈനസും കൊടുത്തിട്ട് കാർട്ട്
അപ്പോൾ ഏതായാലും ഇങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും സെലക്ട് ചെയ്ത് നമുക്ക് കാർട്ടിലേക്ക് ഇടാം. അപ്പോൾ വലത് ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ കാർട്ടിൽ ഇതിങ്ങനെ വന്ന് കിടക്കും. ഇത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കാർട്ട് ക്ലിക്ക് ചെയ്യാം. കാർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൂപ്പൺ ആൻഡ് ഓഫേഴ്സ് എന്നുള്ളൊരു ബട്ടൺ അതാ. കൂപ്പൺ ആൻഡ് ഓഫേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ 2 പ്രൊഡക്റ്റും കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന കൂപ്പൺ ആൻഡ് ഓഫേഴ്സ്. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസ്, ടോട്ടൽ എത്ര PV ആയി, ടോട്ടൽ എത്ര എമൗണ്ട് ആയി എന്നൊക്കെ നമുക്ക് ഇവിടെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓക്കെ ആണ്, നമ്മൾ നേരെ പർച്ചേസിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോവാം. അതല്ല നമുക്ക് വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ടോപ്പിൽ ഇടതുഭാഗത്തായിട്ട് കാണാം കാർട്ട് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ. ആ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒഴിവാക്കാം. ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, കൂപ്പൺ ആൻഡ് ഓഫേഴ്സിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് റീപർച്ചേസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ റീപർച്ചേസ് പ്രോഗ്രാമിൽ ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ നമ്മൾ റീപർച്ചേസ് പ്രോഗ്രാമിൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ 50 PVക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 40% ഓഫ് ഉണ്ട്. ഡെമോ ബാഗിന് ആ ഓഫർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഓഫറും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ 999 രൂപയുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഷേപ്പ് ഷിഫ്റ്റ് നമുക്ക് 499 രൂപ കിട്ടുന്നൊരു ഓഫർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഓഫറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂപ്പണുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും ഓഫേഴ്സ് ആൻഡ് കൂപ്പൺസ്. ഏറ്റവും ടോപ്പിൽ ഓഫേഴ്സ് ആൻഡ് കൂപ്പൺസ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കൂപ്പണൊക്കെ ചിലപ്പോൾ നറുക്കെടുപ്പിൽ ലക്കി ഡ്രോ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കൂപ്പണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂപ്പൺ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ കഴിയും. നമ്മൾ ബാക്ക് അടിക്കുകയാണ്, കാരണം ഞാൻ 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആക്കാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് ഫ്രീ പ്രൊഡക്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാനൊരു ടീ ട്രീ ഓയിൽ അടിക്കുകയാണ്. സ്പെല്ലിങ് മാറി. അപ്പോൾ ടീ ട്രീ ഓയിലുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളും വന്നു. അപ്പോൾ ഞാൻ ടീ ട്രീ ഓയിൽ എടുത്തു. ഇത് ഞാൻ ഒരു ആഡ് ടു കാർട്ടിലേക്ക് ക്ലിക്ക് ഇടുകയാണ്. അപ്പോൾ അത് ഇട്ടോ. ഇനി ഞാൻ പർച്ചേസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 1099 രൂപയുടെ ടോട്ടൽ പ്രൊഡക്റ്റായി, 16.38 PV ആയി. ഇവിടെ ഷിപ്പിംഗ് ചാർജ് 77 രൂപ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 1000 രൂപ ആയതുകൊണ്ടാണ്. പകരം ഇത് 2000 രൂപ ആൻഡ് എബോ ആണെന്നുണ്ട്. 2000 അതിൻ്റെ മുകളിലാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല. 2000-ൻ്റെ താഴെയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. അപ്പോൾ 1099 രൂപ. ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2000-ൻ്റെ ബില്ല് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറഞ്ഞല്ലോ. 1000-ൻ്റെ 2 ബില്ല് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. ഷിപ്പിംഗ് ചാർജ് തൽക്കാലം പിടിക്കും, കാരണം 1000-ൻ്റെ ബില്ലാണല്ലോ. പക്ഷേ 2 ഒരുമിച്ച് ഒരേ ദിവസം ഒരേ സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ അഡ്രസ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല. പക്ഷേ ഷിപ്പിംഗ് ചാർജ് തൽക്കാലം 2നും പിടിക്കും, 77 രൂപ വീതം. അത് രണ്ടും ആ എമൗണ്ട് മുഴുവനും നമ്മളുടെ വാലറ്റിലേക്ക് അത് തിരിച്ച് കയറുകയും ചെയ്യും. അവിടെ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ ഞാൻ കൂപ്പൺ ആൻഡ് ഓഫേഴ്സിൽ വീണ്ടും പോയി. അപ്പോൾ റീപർച്ചേസ് ഓഫറിൽ ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ദെൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഷാംപൂ വിത്ത് ഹെന്ന ജോജോബോ ഓയിൽ, അതേപോലെ കണ്ടീഷണർ, മീൽ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ദെൻ അപ്ലൈ ഓഫർ ക്ലിക്ക് ചെയ്യണം. അപ്ലൈ ഓഫർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓഫർ ഇതിൽ റെഡി ആയിട്ടുണ്ട്. ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊസീഡ് ടു പേ. ഞാൻ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, UPI, നെറ്റ് ബാങ്കിങ്, വാലറ്റ്. അപ്പം മോഡിക്കെയർ വാലറ്റിലുള്ള എമൗണ്ട് എനിക്ക് ഇവിടെ വാലറ്റിൻ്റെ എമൗണ്ട് 853 ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ചെയ്യാം, പക്ഷേ 853 ഉള്ളൂ. ഇവിടെ 1100 വേണമല്ലോ. അപ്പോൾ UPI ആണെന്നുണ്ടെങ്കിൽ UPIയിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ UPIയിൽ സെലക്ട് ചെയ്യുക. പേ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ദെൻ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഞാൻ ഈ പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഇനി വേണമെങ്കിൽ ഞാൻ ഇതും കൂടി ഒന്ന് കാണിക്കാം. ഇതാ നമ്മുടെ നേരെ നമ്മുടെ UPI ഓപ്പൺ ആകുകയാണ്. നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ പേ നേരെ ഓപ്പൺ ആക്കിയിട്ട് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ പോവാണ്. ഇവിടെ വീണ്ടും പേ 1900 ചെയ്യുന്നതോട് കൂടി ഇതെന്തായി പേയ്മെൻറ്റ് നടക്കും. ഇവിടെ നമ്മൾ ചെയ്ത ബില്ലിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിവേ ഇതാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.